സ്വർണ്ണക്കവർച്ചാ കേസിൽ പ്രതിയായ ദേവസ്വം മുൻ പ്രസിഡന്റ് എൻ വാസുവും പുറത്തേക്ക്. വാസുവിന്റെ സ്വാഭാവിക ജാമ്യഹർജിയിൽ വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ എൻ വാസുവും ഇന്ന് ജയിൽ മോചിതനാകും. അതേസമയം തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യഹർജിയും ഇന്ന് വിജിലൻസ് കോടതി പരിഗണിക്കും. കഴിഞ്ഞ നവംബർ 11-നാണ് ദേവസ്വം മുൻ പ്രസിഡന്റും കമ്മീഷണറുമായ എൻ വാസു കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലാകുന്നത്. റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായതോടെ ജാമ്യഹർജിയുമായി എൻ വാസു വിജിലൻസ് കോടതിയെ സമീപിച്ചു. ഹർജിയിൽ വാദം കേട്ട വിജിലൻസ് കോടതി ഇന്ന് എൻ വാസുവിനും സ്വാഭാവിക ജാമ്യം അനുവദിക്കും. പ്രത്യേക അന്വേഷണ സംഘം ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്തതിനാലാണ് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത്. മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, S ശ്രീകുമാർ, സുധീഷ് കുമാർ എന്നിവർ നേരത്തെ തന്നെ ജയിൽ മോചിതരായിരുന്നു. ഇതിനു പിന്നാലെയാണ് എൻ വാസുവും ജയിൽ മോചിതനാകുന്നത്. കട്ടിളപ്പാളി കേസിലെ 3-ാം പ്രതിയായ എൻ വാസുവിന് CPM നേതാക്കളുമായി അടുത്ത ബന്ധമാണുള്ളത്. അതേസമയം തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യഹർജിയും ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. ബൈജുവിനും അടുത്ത ദിവസം സ്വാഭാവിക ജാമ്യം ലഭിക്കും. ഈ സാഹചര്യത്തിൽ SITക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. ജനം, കൊല്ലം.